ഹായ് ഹലോ വിഷാനി ഹിയർ. ഇന്ന് നമ്മൾ ടോപ്പിക്കായിട്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് എന്തൊരു ഇതായിക്കോട്ടെ, അത് കരിയറോ ജോബോ ലവോ ഹെൽത്തോ എഡ്യൂക്കേഷനോ മണി മാറ്ററോ അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കുമോ എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ 12 കാർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് ആ സമയത്ത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇത് ഈ പറയുന്ന ഒരു കാര്യങ്ങളും ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വ്യക്തമായൊരു എനർജി കാര്യങ്ങൾ അറിയാൻ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താലാണ് അറിയുകയുള്ളൂ. അതായത് നെഗറ്റീവും പോസിറ്റീവും അറിയാൻ വേണ്ടി ശ്രമിക്കുക, അതിനുശേഷം ഗൈഡൻസ് എടുത്ത് മുന്നോട്ട് പോവുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കുറച്ച് കാർഡുകൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആ 12 കാർഡുകളിൽ പറയുമ്പോൾ റിവേഴ്സ് കാർഡുകൾ ഇതിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തൊരു ആഗ്രഹമാണോ ചിന്തിച്ചിട്ട് ഈ വീഡിയോ കാണുന്നത്, അതിൻ്റെ ആദ്യ സൂചന തന്നെ ലവേഴ്സ് കാർഡാണ്. അതൊരു പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിനെയോ അല്ലെങ്കിൽ എന്താ പറയുക ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യത്തിനെയോ ആണ് സൂചിപ്പിക്കുന്നത്. 3 ഓഫ് സോർട്സ് റിവേഴ്സാണ് വരുന്നത്. നിങ്ങൾ ആ പഴയ കാലത്തെ വിഷമങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തകർച്ചകളിൽ നിന്നോ പതുക്കെ മോചിതയായി അല്ലെങ്കിൽ മോചിതനായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നു. ആ ഒരു മോചനത്തിനെയാണ് പറയുന്നത്. ടെമ്പറൻസ് കാർഡ് പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങളൊരു ഹീലിംഗ് പ്രക്രിയയിലാണ്. ഓക്കെ, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം എന്ന് വാശി പിടിക്കാതെ ഒരു ബാലൻസ് ചെയ്ത് നീങ്ങിയാൽ മാത്രമാണ് ഈ ഒരു അവസ്ഥയിൽ ഒരു വിജയം സാധ്യമാകൂ എന്ന് പറയുന്നുണ്ട്. ലവ് കണക്ഷൻസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് എക്സ്ട്രാ മാരിറ്റലാവാം. ഏസ് ഓഫ് കപ്പ്, 3 ഓഫ് കപ്പ്, 4 ഓഫ് കപ്പ്, അതേപോലെ തന്നെ ഡോട്ടർ ഓഫ് കപ്സ് വരുന്നുണ്ട്. വൈകാരികമായിട്ട് നിങ്ങൾക്ക് നല്ല തുടക്കങ്ങൾ ഏസ് ഓഫ് കപ്പ് പറയുന്നുണ്ട്. ആഘോഷങ്ങൾക്ക് ഒത്തുചേരലുകൾക്കുള്ളൊരു സാധ്യത പറയുന്നുണ്ട്. പക്ഷേ ആ 4 ഓഫ് കപ്പ് അവിടെ ഒരു എന്താ പറയുക ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിങ്ങളുടെ മുന്നിലുള്ള പുതിയ അവസരങ്ങളെ കാണാതെ പഴയ കാര്യങ്ങളിൽ തന്നെ മനസ്സ് തളച്ചിടാനുള്ള ഒരു പ്രവണത നിങ്ങൾക്ക് ഉണ്ടാകാം. അങ്ങനെ അത്തരത്തിൽ ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഡോട്ടർ ഓഫ് കപ്സ് ആണെങ്കിൽ സർഗാത്മകമായിട്ടുള്ള പുതിയ ഐഡിയകളായിരിക്കാം, അല്ലെങ്കിൽ പ്രണയത്തിൽ നിന്നുള്ള സന്ദേശങ്ങളായിരിക്കാം നിങ്ങളെ തേടിയെത്തും എന്ന് പറയുന്നുണ്ട്. തടസ്സങ്ങൾ, മാറ്റങ്ങൾ, അത്തരം കാര്യങ്ങൾ നോക്കുമ്പോൾ 8 ഓഫ് കപ്പ്, ടവർ റിവേഴ്സ് ആണ്. 6 ഓഫ് വാൻസ് റിവേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയാം. 8 ഓഫ് കപ്പ് പറയുമ്പോൾ ചില കാര്യങ്ങൾ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട സമയം അതിക്രമിച്ചു എന്നാണ്. കാരണം അതൊരു ജോലിയാകാം, ചിലപ്പോൾ ഒരു ബന്ധമാകാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു ചിന്താഗതിയാകാം. ഓക്കെ, ടവർ റിവേഴ്സ് വരുമ്പോൾ വലിയൊരു തകർച്ച നിങ്ങൾ ഒഴിവാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആഘാതം നിങ്ങളിൽ എന്താ പറയുക അവശേഷിക്കുന്നു എന്ന് പറയുന്ന പോലെ അത് റിവേഴ്സാണ് വരുന്നത്. അതുകൊണ്ട് അത് കരിയറിലോ വിദ്യാഭ്യാസത്തിലോ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരു അംഗീകാരം ലഭിക്കാൻ അല്പം കൂടി സമയമെടുക്കും, താമസം നേരിടും. ഓക്കെ, ഒരു ആത്മവിശ്വാസക്കുറവ് നിങ്ങളെ പിറകോട്ട് വലിക്കാനുള്ള ഒരു സാധ്യത കാര്യങ്ങളെ ആ കാർഡ് പറയുന്നുണ്ട് ടവർ. കാരണം അതിൻ്റെ ഒരു ആഘാതം മാറിയിട്ടില്ല. അതിൻ്റെ ഒരു ഔട്ട്കം ഫൈനലായിട്ടുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ സണ്ണും 5 ഓഫ് കപ്പൊക്കെ വരുന്നുണ്ട്. കാരണം സൺ റിവേഴ്സ് വരുമ്പോഴും വിജയത്തിന് ചെറിയ തടസ്സങ്ങളാണ് പറയുന്നത്. ആഗ്രഹം നടക്കാൻ സാധ്യതയുണ്ടെങ്കിലും നിങ്ങൾ പ്രതീക്ഷിച്ച, നിങ്ങളിപ്പോൾ എന്താണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു അത്ര തിളക്കത്തോടെ ആയിരിക്കില്ല അത് സംഭവിക്കുക എന്ന് പറയുന്നുണ്ട്. നടക്കും, പക്ഷെ നിങ്ങൾ വിചാരിച്ച ആ ഒരു ഇതായിരിക്കില്ല എന്ന്. 5 ഓഫ് കപ്പ് പറയുന്ന പോലെ തന്നെ നഷ്ടപ്പെട്ട കാര്യങ്ങളെ ഓർത്തിട്ട് സങ്കടപ്പെട്ടിരുന്നാൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു ഭാഗ്യം കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെടും എന്നാണ് ഈ ഒരു സമയം ഗൈഡൻസ് തരുന്നത്. ആഗ്രഹം നടക്കുമോ എന്നൊരു ചോദ്യത്തിന് ഭാഗികമായിട്ട് നടക്കും, പക്ഷെ അതിനു മുമ്പായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട്. ലെറ്റിംഗ് ഗോ പ്രോസസ്. ഓക്കെ, അപ്പോൾ ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട്, ഏസ് ഓഫ് കപ്പ്, ലവേഴ്സ്. പക്ഷെ നിങ്ങളുടെ ചിന്താഗതിയിലെ ആ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസക്കുറവ് അതായിരിക്കാം തടസ്സം വരുന്നത്. പരിഹാരങ്ങളും ഉണ്ട്. നമ്മൾ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെ പറ്റി ആലോചിക്കുന്നത് പൂർണ്ണമായിട്ട് നിർത്തുക. 4 ഓഫ് കപ്പ് പറയുന്ന പോലെ നിങ്ങളുടെ മുന്നിലുള്ള പുതിയ അവസരങ്ങളിലേക്ക് കണ്ണു തുറക്കാനാണ് പറയുന്നത്. ക്ഷമ ശീലിക്കുക. ടെമ്പറൻസ് കാർഡ് പറയുന്നത് ധൃതി, എന്തിലും ഒരു അനാവശ്യമായിട്ടുള്ളൊരു ധൃതി ഒഴിവാക്കുക. ഒരു കാര്യത്തിലും എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. 2 തവണ ചിന്തിക്കാൻ പറയുന്നുണ്ട്. ആത്മവിശ്വാസം അത് നഷ്ടപ്പെട്ടെങ്കിൽ അതിനെ വീണ്ടെടുക്കാൻ പറയുന്നുണ്ട്. നല്ല രീതിയിൽ തിങ്ക് ചെയ്യുക. കരിയറിലാണെങ്കിലും പഠനത്തിലാണെങ്കിലും പിന്നിലാണ് അങ്ങനെ ഒരു തോന്നൽ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ വിജയങ്ങൾ പോലും ആഘോഷിക്കാൻ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ ജലാശയത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു മെഡിറ്റേഷൻ ചെയ്യുന്നത് നല്ലതാണ്, ധാരാളം വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ജലാശയങ്ങൾക്കരികിൽ സമയം ചെലവഴിക്കുന്നത് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കരിയറിൽ ഒരു എന്താ പറയുക സ്തംഭനാവസ്ഥയാണ്.
നിങ്ങളുടെ ഒരു കഠിനാധ്വാനം ചെയ്യുന്നുണ്ടെങ്കിലും മറ്റുള്ളവർ ചിലപ്പോൾ അത് അംഗീകരിക്കുന്നുണ്ടാവില്ല എന്നൊരു തോന്നല് നിങ്ങളെ അലട്ടുന്നുണ്ടാകാം. നെഗറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ളൊരു ആത്മവിശ്വാസമില്ലായ്മ കാരണം അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതകൾ പറയുന്നുണ്ട്. പരീക്ഷകള് ഇന്റർവ്യൂകളിൽ അവസാന നിമിഷം പിഴവുകൾ സംഭവിക്കാം. 2 തവണ ചെക്ക് ചെയ്യുക എന്നാണ് പറയുന്നത്. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ടെമ്പറൻസ് കൂടെയുള്ളതിനാൽ ഇതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ഘട്ടമാണ്, നിങ്ങൾ കടന്നു പോകേണ്ട ഒരു ഘട്ടമാണ്. വിദേശ പഠനത്തിനോ അല്ലെങ്കിൽ ദൂരയാത്രകൾക്കൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴികൾ പതുക്കെ തെളിയും എന്നാണ് പറയുന്നത്. ആരോഗ്യ സംബന്ധമായിട്ട് പറയുമ്പോൾ കപ്സ് ജലങ്ങളെയാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ഒരു ശാരീരികമായിട്ടുള്ളൊരു ആരോഗ്യത്തെക്കാൾ കൂടുതലായിട്ട് മാനസികമായിട്ടുള്ള മെന്റൽ ഹെൽത്തിനാണ് ഇപ്പോൾ ഒരു സമയം പ്രാധാന്യം നൽകേണ്ടതെന്നാണ് പറയുന്നത്. 3 ഓഫ് സോർട്സും അത് റിവേഴ്സാണ്. 5 ഓഫ് കപ്പും പറയുമ്പോൾ പഴയ കാല ട്രോമകളിൽ നിന്നുള്ള ഒരു മോചനം, അതിനെയാണ് പറയുന്നത്. ചിലപ്പോൾ ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ എന്താ പറയുക ദഹന സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകാം. സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളായിരിക്കാം. വൈകാരികമായിട്ടുള്ള ഒരു ഭാരം ഇറക്കി വെക്കാതെ ശാരീരികമായിട്ടുള്ള ഒരു ഉന്മേഷം ഒരിക്കലും കൈവരില്ല എന്ന് മനസ്സിലാക്കുക. അപ്പം അതിനു വേണ്ടി ട്രൈ ചെയ്യുക എന്നാണ് പറയുന്നത്. ഒരു സ്പിരിച്വൽ കണക്ഷൻ കാര്യങ്ങൾ പറയുമ്പോൾ ടവർ റിവേഴ്സ് വരുന്ന ഒരു ഭാഗ്യമായിട്ട് നമുക്ക് പറയാം. കാരണം ജീവിതത്തിൽ സംഭവിക്കേണ്ടിയിരുന്ന വലിയൊരു തകർച്ചയോ ആപത്തോ പ്രപഞ്ചം തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരവസ്ഥ, പക്ഷേ ആ ഭയം ഇപ്പോഴും നിങ്ങളെ ഭരിക്കുന്ന ഒരു അവസ്ഥയാണ് പറയുന്നത്. 8 ഓഫ് കപ്പ് പറയുമ്പോൾ ഇപ്പം നിങ്ങൾ നിൽക്കുന്ന ഒരു ഇടം നിങ്ങൾക്ക് വളരെ ഇടുങ്ങിയതാണ്. കാരണം കൂടുതൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു നീങ്ങാനുള്ള ഒരു സമയമായി എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ കാർഡ് വരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മളുടെ ഒരു എനർജി ബാലൻസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ നിങ്ങളുടെ ഒരു ആഗ്രഹം സഫലമാകാൻ വേണ്ടിയിട്ട് വാട്ടർ ആയിട്ടുള്ളൊരു ജലശുദ്ധി എന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ നമ്മളൊരു ഗ്ലാസ് വെള്ളം കയ്യിൽ പിടിച്ചിട്ട് നിങ്ങളുടെ ഒരു ആഗ്രഹം, ഉദാഹരണത്തിന് എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു, അത് നടന്നതായിട്ട് സങ്കല്പിച്ച വെള്ളത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി നൽകി ശേഷം അത് കുടിക്കുക എന്ന് പറയുന്നതാണ്. ഞാൻ പറയുന്നതല്ല, മറ്റ് വീഡിയോസിൽ നിങ്ങൾ നോക്കിയാലും പലതിലും കാണാം. അപ്പം അതൊരു ഏസ് ഓഫ് കപ്പിൻ്റെ ഒരു അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തു നോക്കാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ സോളാർ പ്ലെക്സസ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് സൺ റിവേഴ്സ് വരുന്നത് 6 ഓഫ് വാൻസ് റിവേഴ്സാണ്. നിങ്ങളുടെ ഒരു ആത്മവിശ്വാസത്തിനെ ബാധിക്കുന്നതുകൊണ്ട് മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ, കീ ചെയിൻ ആകാം, ടവലാകാം, അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തുക്കൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. സൂര്യോദയ സമയം അല്പനേരം വെയിൽ കൊള്ളുന്നൊക്കെ ഒരു സൺ കാർഡിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട്. അഫർമേഷൻ ആയിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ എൻ്റെ ഭൂതകാലം എന്നെ നിർണ്ണയിക്കുന്നില്ല, പുതിയ മാറ്റങ്ങളെ ഞാൻ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു എന്നൊരു മൈൻഡ് സെറ്റോടു കൂടി തന്നെ അത് നിങ്ങൾക്ക് പറയാൻ ദിവസം ഒരു 11 തവണ വേണമെങ്കിൽ പറഞ്ഞു നോക്കാം. ട്രൈ ചെയ്ത് നോക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഒരു വിശ്വാസവും കാര്യങ്ങളായിട്ടുള്ള ഇതാണ്. നമ്മൾ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു വീഡിയോ മാത്രമാണ്. 3 ഓഫ് സോർട്സ് റിവേഴ്സ് വരുന്ന ഒരു മുറിവുകൾ ഉണങ്ങാൻ ഇതൊരു അത്യാവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ചാരിറ്റി നല്ലതാണ്. 3 ഓഫ് കപ്പ് ആഘോഷങ്ങളൊക്കെയാണ് പറയുന്നത്. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ പങ്കുചേരാ, ചെറിയ കുട്ടികൾക്കോ പാവപ്പെട്ടവർക്കൊക്കെ മധുരം നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷം തിരികെ വരാൻ കാരണമാകും എന്ന് പറയുന്നുണ്ട്. കാരണം ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ആഗ്രഹം തടസ്സപ്പെട്ടിരിക്കുന്നത് പുറം ലോകം കാരണമല്ല, മറിച്ച് നിങ്ങളുടെ ഉള്ളിലെ ഭയം, ഫിയർ ഓഫ് ഫെയിലിയർ, ഓക്കെ, അത് കാരണമാണ്. കാർഡുകൾ ആവശ്യപ്പെടുന്നത് ഒരു പുതിയ തുടക്കത്തിനെയാണ്. പഴയ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഏസ് ഓഫ് കപ്പ് വാഗ്ദാനം ചെയ്യുന്ന പോലെ ആ ഒരു വലിയ സന്തോഷം നിങ്ങളെ തേടിയെത്തും എന്ന് കാർഡുകൾ പറയുന്നുണ്ട്. വീണ്ടും നമ്മൾ ഇതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ ലവേഴ്സും ഏസ് ഓഫ് കപ്പും അത് തമ്മിൽ നോക്കുമ്പോൾ ഒരു അതിശക്തമായിട്ടുള്ളൊരു ബന്ധത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പറ്റിയാണെങ്കിൽ ആ ഒരു ബന്ധത്തിന് ദൈവികമായിട്ടുള്ളൊരു അനുഗ്രഹമുണ്ട്. എന്താ പറയുക, 4 ഓഫ് കപ്സ് ഒക്കെ കൂടെ ഉള്ളതിനാൽ ആ വ്യക്തി നൽകുന്ന സ്നേഹമോ അടുപ്പമോ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നു എന്നാണ് പറയുന്നത്. ടവർ കാർഡ് റിവേഴ്സാണ് 8 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. നിങ്ങൾ ഭയപ്പെടുന്ന തകർച്ച യഥാർത്ഥത്തിൽ സംഭവിക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. പകരം നിങ്ങൾ തന്നെ ആ സാഹചര്യത്തിൽ നിന്ന് സ്വയം നടന്നു നീങ്ങുകയാണ് എന്നാണ് പറയുന്നത്. ഇത് കരിയറിലാണെങ്കിൽ നിലവിലെ ജോലി രാജിവെച്ച് പുതിയതിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും എന്ന് പറയുന്നുണ്ട്. 3 ഓഫ് കപ്പ് പ്ലസ് 5 ഓഫ് കപ്പ് വരുന്നുണ്ട്. ഇത് എന്താ പറയുക, ഒരു വിരോധാഭാസമാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അങ്ങനെ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ചുറ്റുമുണ്ടെങ്കിലും 3 ഓഫ് കപ്പ് പോലെ ഉണ്ടെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ആ നഷ്ടപ്പെട്ട കാര്യത്തിലേക്കാണ്. 5 ഓഫ് കപ്പ്, ഓക്കെ, ഈ ഒരു സ്വഭാവം മാറ്റിയെടുക്കാതെ സത്യം പറഞ്ഞാൽ ആഗ്രഹം സഫലമായി എന്ന് നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല.
അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്താൽ മാത്രമാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അല്ലാതെ താഴെ വന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി, ആരെയും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇതിലൊരു വാൻസും കപ്സൊക്കെയാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഒരു ആഗ്രഹം എന്ത് തന്നെയാണെങ്കിലും അത് നടക്കാൻ ഏകദേശം 4 മുതൽ ഒരു 8 മാസം വരെ എടുത്തേക്കാം. ടെമ്പറൻസ് കാർഡ് ഉള്ളതുകൊണ്ട് ഇതിൽ വേറെ ഷോർട്ട് കട്ടൊന്നുമില്ല, കുറുക്ക് വഴികളൊന്നുമില്ല. പ്രപഞ്ചം നിങ്ങളൊരു പക്വതയുള്ള ഒരാളാക്കി മാറ്റാനെടുക്കുന്ന ഒരു സമയം, ഒരു കാലഘട്ടമാണത്. കരിയറിലെ സാമ്പത്തിക രംഗത്തേക്ക് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ 6 ഓഫ് വാൻസ് റിവേഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങളിപ്പോൾ വലിയൊരു പ്രോജക്റ്റ് ഏറ്റെടുക്കുകയോ ബിസിനസ്സിൽ വലിയൊരു മുതൽ മുടക്ക് നടക്കുകയോ ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്. ഓക്കെ, അതിൻ്റെ ഒരു ഷാഡോ സൈഡ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെക്കാൾ മുന്നിലെത്തുന്നു എന്നൊരു അസൂയയോ അല്ലെങ്കിൽ ഒരു അപകർഷതാബോധമോ നിങ്ങളുടെ ഉള്ളിൽ വളരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയെ നശിപ്പിക്കും എന്നും പറയുന്നുണ്ട്. ഇങ്ങനൊരു മൈൻഡ് വരും, എന്തുകൊണ്ടും ഇതേപോലെ വന്നാൽ നഷ്ടങ്ങൾ വരും എന്നൊരു മൈൻഡിൽ വയ്ക്കാം. അതിനനുസരിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രോജക്റ്റ് എന്താണെങ്കിലും ചെയ്യും, അതിനുവേണ്ടി വർക്ക് ചെയ്യാം. ഒരു റൈറ്റ് ടൈമിലോട്ട് നമ്മൾ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു അപകർഷതാബോധമോ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉയർന്നു പൊക്കോട്ടെ, അവർ പൊക്കോട്ടെ, നമ്മളൊരു ടൈം ആകുമ്പോൾ കറക്റ്റ് നമ്മൾ ഇവരുടെ അതേ ലെവലെത്തോ അല്ലെങ്കിൽ അതിന് മുമ്പിലെത്തും. ഓക്കെ, അപ്പം അങ്ങനെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് ഞാനീ പറഞ്ഞ വിദേശം, വിസ, പുറത്തോട്ട് പോകാൻ, പഠന കാര്യങ്ങളിലൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരങ്ങനെ തിങ്ക് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. വിദ്യാഭ്യാസം പറയുമ്പോൾ റിവേഴ്സ് കാർഡാണ് സൺ കാർഡ് വരുന്നത്. പരീക്ഷാ ഫലങ്ങളിൽ ചെറിയ കാലതാമസം ഉണ്ടാകാം, പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം കുറഞ്ഞ മാർക്കാകാം. ഇത് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ മാർക്ക് എങ്ങനെ ബെറ്റർ ആക്കാം, ഇനി അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതെങ്ങനെ ബെറ്റർ ആക്കാം എന്നാണ് നോക്കേണ്ടത്. അല്ലെങ്കിൽ ഇതുവരെ പറ്റിയത് പറ്റി, നാളെ മുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ അത് എന്താ പറയുക, അത് നിങ്ങളുടെ ഒരു ഭാവി കരിയറിനെ ഒന്നും ബാധിക്കുന്നൊന്നുമില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒന്നുകൂടി നമ്മൾ അവെയർ ആവുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി നല്ല റിസൾട്ട് കിട്ടും എന്ന് പറയുന്നു. പിന്നെ ഒരു ഡയറി എടുത്തിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു 3 കാര്യങ്ങൾ എഴുതാം. ആ ടവർ കാർഡ് റിവേഴ്സ് പറയുന്നത് ആ ഭയങ്ങൾ വെറും വിദ്യയാണ്, നിങ്ങളുടെ ഒരു തോന്നലുകൾ മാത്രമാണ്. അവ എഴുതി കഴിഞ്ഞാൽ ആ പേപ്പറും കീറിക്കളയാം. കാരണം അത് പോയി. നിങ്ങളൊരു സബ് കോൺഷ്യസ് മൈൻഡിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ട്രിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, പിന്നെ ക്രിസ്റ്റൽ തെറാപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അമത്തിസ്റ്റിൻ്റെ അല്ലെങ്കിൽ ക്ലിയർ കോഡ്സിൻ്റെ ഒക്കെ ബ്രേസ്ലെറ്റോ ചെറിയ കല്ലുകളോ ടെമ്പിൾ സ്റ്റോണോ ഒക്കെ കയ്യിലുള്ളത് നല്ലതാണ്. അതൊരു ടെമ്പറൻസ് കാർഡിൻ്റെ എനർജി നൽകാനും മാനസികമായിട്ടുള്ളൊരു അസ്വസ്ഥതകൾ കുറയ്ക്കാനും സഹായിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ മനസ്സിൽ നിങ്ങളുടെ ഒരു ചിത്രത്തിന് മാറ്റുക. ഈ 5 ഓഫ് കപ്പിൽ നിന്ന് ഒരു 3 ഓഫ് കപ്പിലോട്ട് മാറാനാണ് പറയുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു 3 നല്ല കാര്യങ്ങൾ ഓർത്തെടുക്കുക, പോസിറ്റീവ് ആവുക. ഓക്കെ, ഇതിൽ കപ്സിൻ്റെ കാർഡ് കൂടുതൽ വരുന്നതുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. പക്ഷേ നിങ്ങളുടെ ഒരു പാത്രം എന്ന് പറയുന്നത് കപ്സിൻ്റെ മനസ്സ് പഴയ സങ്കടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. അതെല്ലാം ഒഴിച്ചു കളയുക. അപ്പോഴാണ് നമ്മളിലേക്ക് പുതിയ സന്തോഷങ്ങൾ അതിൽ വന്ന് നിറയുന്നുള്ളൂ. അപ്പോഴേ നിങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കും. പഴയതെല്ലാം മറന്നു കളയുക എന്നാണ് പറയുന്നത്. ഒരു ആഗ്രഹം സഫലമായാൽ നിങ്ങൾക്കത് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നൊരു ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കാരണം അമിതമായിട്ടുള്ള വികാരങ്ങൾ നിങ്ങളുടെ ഒരു യുക്തിയെ മറയ്ക്കുന്നുണ്ട് പലപ്പോഴും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ എന്താഗ്രഹിച്ചാലും ചിലപ്പോൾ ഒരു വലിയ കാര്യമാവും, ചെറിയ കാര്യമാവും, അതിപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചാൽ അത് പൂർണ്ണമായിട്ടൊരു ഉൾക്കൊള്ളാനുള്ള ഒരു സമയവും മൈൻഡ് സെറ്റും നിങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് അതിന് ശേഷമാണ് നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൽ ഭൂമി, വായു, പെൻഡിക്കിൾസ്, സോഴ്സൊക്കെ കുറവാണ് ഈ ഒരു കാർഡിൻ്റെ ഇതിൽ. പ്രായോഗികമായിട്ടുള്ള ചിന്തകൾ, വ്യക്തമായിട്ടുള്ള ആശയവിനിമയം നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറവാണ് എന്നാണ് പറയുന്നത്. ആഗ്രഹം സഫലമാകാൻ വെറും പ്രാർത്ഥനയോ സങ്കടമോ മാത്രം പോരാ, മറിച്ച് പ്രായോഗികമായിട്ട് ചില ചുവടുവെപ്പും കൂടി വേണം. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, ആക്ഷൻ വേണം. അല്ലാതൊന്നും വർക്കാവില്ല. എനിക്ക് ഇവിടെ നിന്ന് മാറണം എന്നെനിക്ക് തോന്നിയാലാണ് എനിക്ക് മുന്നോട്ടൊരു സ്റ്റെപ്പ് വയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ പോകണം, അത് ഞാൻ രൂപപ്പെടുത്തണം, അതിനോട് വർക്ക് ചെയ്യണം, എങ്കിലേ അത് നടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കും. അപ്പം അങ്ങനെ സ്റ്റക്കായി നിൽക്കുന്ന കുറേ പേര് ഈ വീഡിയോസ് കാണുന്നുണ്ടാവാം. റിലേഷൻഷിപ്പ് ആവാം, കരിയർ ആവാം, എല്ലാത്തിനും പോസിറ്റീവായിട്ട് മുന്നോട്ട് ചുവടുവെപ്പ് വെച്ചാൽ മാത്രമാണ് അത് വർക്കാവുന്നുള്ളൂ എന്നാണ് വീണ്ടും പറയുന്നത്. റിവേഴ്സ് കാർഡുകൾ പറയുമ്പോൾ ടവർ, 6 ഓഫ് വാൻസ്, സണ്ണ് നല്ല കാർഡാണ്. പക്ഷേ ഇത് റിവേഴ്സായിട്ട് വരുമ്പോൾ എന്താ പറയുക, മേഘങ്ങൾക്കിടയിൽ മറിഞ്ഞൊരു സൂര്യനെ പോലെയാണ്. വിജയം നിങ്ങളുടെ തൊട്ടടുത്തുണ്ടെങ്കിലും ചില തെറ്റിദ്ധാരണകൾ കാരണം നിങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല. 6 ഓഫ് വാൻസ് പറയുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്ത് നിങ്ങൾ സ്വയം പീഡിപ്പിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയില്ലേ,
മറ്റുള്ളവരുടെ സോഷ്യൽ മീഡിയ ജീവിതമാകാം, പഠനമാവാം. അത് അവരുടെ വളർച്ച കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ അത് കണ്ട് സങ്കടപ്പെടാതെ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുക. അപ്പോഴല്ലേ നിങ്ങൾക്കൊരു എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിലോട്ട് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇതിൽ പോസിറ്റീവായിട്ടുള്ള ഡോട്ടർ ഓഫ് കപ്സ് തന്നെയാണ്. കാരണം ഇതൊരു ചെറിയ അരയന്നത്തെ പോലെയാണ് എന്ന് പറയില്ലേ. നിങ്ങളുടെ ഉള്ളിലൊരു കലാകാരനോ അല്ലെങ്കിൽ അതിസൂക്ഷ്മമായിട്ടുള്ള ഒരു ചിന്താഗതിയുള്ള ഒരാളോ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുക, ഒരു സ്ത്രീ ശക്തി, ഒരു ഫെമിനൈൻ എനർജി നിങ്ങളെ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. അത് നിങ്ങളുടെ അമ്മയാവാം, സുഹൃത്താവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ തന്നെ സഹാനുഭൂതിയോ ആവാം. ഓക്കെ, നിങ്ങളെ കൊണ്ട് അത് സാധിക്കും എന്നാണ് പറയുന്നത്. ആഴത്തിലുള്ള പ്രതിവിധികൾ കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണാടി, മിറർ നോക്കിയിട്ടുള്ള ഒരു സംഭാഷണം. സണ്ണ് പറയുന്ന ആത്മവിശ്വാസക്കുറവ് മാറ്റാൻ ദിവസം ഒരു 2 മിനിറ്റ്സ് കണ്ണാടി നോക്കി നിങ്ങളുടെ പേര് വിളിച്ച് നീ ഇത് അറിയിക്കുന്നു, നീ വിജയിക്കും എന്ന് പറയാം. സെൽഫായിട്ട് പറയാം. അപ്പോൾ നമുക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല, ആരെങ്കിലും കാണുമെന്ന് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ പറയുന്നത് നോർമൽ വാക്കുകളല്ല, നിങ്ങളുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലെ ബ്ലോക്കുകൾ മാറ്റാനുള്ള ഒരു വഴിയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ സോൾട്ട് വാട്ടർ ബാത്ത്, അത് അമിതമായിട്ടുള്ള കപ്സിന്റെ എനർജി, വിഷാദം, ചിന്തകള് അത് കളയാൻ വേണ്ടിയിട്ട് കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കല്ലുപ്പ് ചേർത്ത് കുളിക്കുന്നത് നല്ലതാണ്. അതൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ഓറയെ ശുദ്ധീകരിക്കും എന്ന് പറയുന്നത്. 2 കപ്സിന്റെ ടെക്നിക്സ് പറയില്ലേ, 2 ഗ്ലാസ് എടുത്തിട്ട് ഒന്നിൽ ഇപ്പോഴത്തെ സങ്കടാവസ്ഥ, മറ്റേതിൽ ആഗ്രഹം സഫലമായ അവസ്ഥ എന്ന് എഴുതുക. ആദ്യത്തെ ഗ്ലാസ്സിലെ വെള്ളം രണ്ടാമത്തേതിലേക്ക് പകർത്തി അത് കുടിക്കുക എന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ പ്രപഞ്ചത്തിന് നൽകുന്ന ഒരു എനർജി സിഗ്നലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ, മറ്റു വീഡിയോസൊക്കെ ഉണ്ട്, ഞാൻ പറയുന്നത് മാത്രമല്ല. നിങ്ങളത് കണ്ടിട്ട് ഇതൊക്കെ ഉണ്ടോ എന്ന് നോക്കി താല്പര്യം ഉണ്ടെങ്കിൽ മൈൻഡ് പറയുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം. നിർബന്ധപൂർവ്വം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കാൻ ഒരു 60 to 70 സാധ്യതയുള്ളൂ. ബാക്കി നടക്കുമെന്ന് വെച്ചാൽ നടക്കും, അത് നിങ്ങളുടെ കൈകളിലാണ്. ഒരു ടവർ റിവേഴ്സ് കാണിക്കുന്ന പോലെ ഒരു വലിയ തടസ്സം വഴി മാറി എന്നാണ് പറയുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് 5 ഓഫ് കപ്പിൽ കാണുന്ന പോലെ നിങ്ങൾ ഈ വീണുപോയ 3 ഓഫ് കപ്പിനെ നോക്കിയിരിക്കാതെ പിന്നിൽ അവശേഷിക്കുന്ന എന്താ പറയുന്ന ഒരു പുതിയ അവസരങ്ങളെ കാണുക, മുന്നോട്ട് നടക്കുക എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്തിനാണോ ഭയപ്പെടുന്നത്, അത് പ്രണയമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, അത് എന്തിനാണോ ഭയപ്പെടുന്നത് അത് ഇതിനോടകം തന്നെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി വരാനുള്ളത് എന്താ പറയുക, ഒരു ഉദയമാണ്. പക്ഷെ കണ്ണുകൾ അടച്ചിരുന്നാൽ നിങ്ങൾക്ക് ആ ഉദയം കാണുവാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഒരു ക്ലാരിറ്റി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇതിലൊരു കർമ്മ റിലേറ്റഡ് ആയിട്ടൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഒരു ജീവിതത്തിനെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു കാലചക്രത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ലവേഴ്സ്, ടെമ്പറൻസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ആഗ്രഹം നടക്കുന്നത് ഒരു വ്യക്തിയുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിൽ കൂടെയോ ആയിരിക്കാം. പക്ഷെ ആ ഒരു ബന്ധത്തിൽ ഒരു ബാലൻസ് പാലിച്ചില്ലെങ്കിൽ അത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പ്രപഞ്ചം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വരുന്ന മാനസികമായിട്ടുള്ള ഒരു മെന്റൽ ബ്ലോക്കേജസ് എന്ന് പറയുകയാണെങ്കിൽ 8 ഓഫ് കപ്പ് പറയുന്നത് ആ വാശി ഉപേക്ഷിച്ച് നിങ്ങൾ തിരിഞ്ഞു നടക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഭാഗ്യം നിങ്ങളുടെ തേടി വരൂ എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമല്ല, നമുക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കാം ദൈവം നൽകുന്നത്. ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ എത്തേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. കരിയർ, സാമ്പത്തികപരമായിട്ട് നമ്മൾ പറയുമ്പോഴും കരിയറിലെ വിജയത്തിന് നിങ്ങൾ നൽകേണ്ടി വരുന്ന വിലയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. ഓക്കെ, വലിയൊരു സാമ്പത്തികമായിട്ടുള്ള നഷ്ടത്തിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് മിസ് എന്ന രീതിയിൽ രക്ഷപ്പെടുന്നുണ്ടാകാം. അതാണ് ഞാൻ നേരത്തെ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. കാരണം അടുത്തൊരു 3 മാസത്തേക്ക് പുതിയ നിക്ഷേപങ്ങൾ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഓക്കെ, ഒരു പഴയ കൂട് തകർന്നാലേ പക്ഷിക്ക് പറക്കാൻ കഴിയും എന്ന് പറയില്ലേ. അപ്പോൾ നിങ്ങൾ ആ മുറുകെ പിടിച്ചിരിക്കുന്ന പഴയ സങ്കടങ്ങളും അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നൊരു ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. ഏസ് ഓഫ് കപ്പ് നിങ്ങളുടെ കൈവെള്ളയിൽ ഒരു പുതിയ ജീവിതത്തിന് വെച്ച് തരുന്നുണ്ട്. അത് സ്വീകരിക്കാൻ നിങ്ങളുടെ കൈകൾ ഒഴിവായിരിക്കണം. ഓക്കെ, അതായത് പഴയ ഭാരങ്ങൾ താഴെ വെക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ റെമഡീസ് എന്ന് പറയുമ്പോൾ ശനിയാഴ്ച വൈകിട്ട് ഒരു കറുത്ത തുണിയിൽ അല്പം എന്താ പറയുക, കറുത്ത എള്ള് കെട്ടിയിട്ട് നിങ്ങളുടെ തലയ്ക്ക് ചുറ്റും ഒരു 3 തവണ ഒഴിഞ്ഞ് കളയുന്ന, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ വിചിരമായിട്ടുള്ള ഒരിടത്ത് കളയുക ചെയ്യുക. അത് ഈ ടവർ നൽകുന്ന ഒരു നിങ്ങളിൽ അവശേഷിക്കുന്ന ഒരു നെഗറ്റിവിറ്റി മാറാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം. ഇതൊന്നും ചെയ്യണമെന്നല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടങ്ങളും നിങ്ങളുടെ വിശ്വാസങ്ങളുമാണ്. ഇതിങ്ങനെ ഉണ്ടോയെന്ന് കൂടി ചെക്ക് ചെയ്തിട്ട് മതി. ഓക്കെ, പിന്നെ എല്ലാ ദിവസവും നമ്മൾ ഉച്ചയ്ക്ക് 12 മണിക്ക്
കാരണം ഒരു സൂര്യൻ ഉച്ചയിൽ നിൽക്കുന്ന ഒരു സമയം, ഒരു മിനിറ്റ് കണ്ണടച്ച് നിന്ന് എൻ്റെ ജീവിതത്തിൽ പ്രകാശം നിറയുന്നു എന്നൊരു 3 തവണ ആവർത്തിച്ച് പറയുന്നത് സണ്ണിൻ്റെ ഒരു റിവേഴ്സ് എനർജി മാറാൻ ഉത്തമമാണ്. പിന്നെ എല്ലാ ദിവസവും ഉറങ്ങുന്നതിനേക്ക് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും ആ ഫോൺ പൂർണ്ണമായിട്ടും മാറ്റി വയ്ക്കുക. അതിനുശേഷം ആ ഒരു സമയം നിങ്ങൾക്ക് ആ ലഭിച്ച ഒരു ചെറിയ നന്മ, അന്ന് ലഭിച്ച എന്താണോ അതെങ്കിലും എഴുതി വയ്ക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുക. അത്രയും വരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് കിട്ടുന്നത് എന്തൊരു വസ്തുവിനോടാണെങ്കിലും, ഭക്ഷണമാവാം, പണമാകാം, ഓപ്പർച്യൂണിറ്റി ആവാം, പ്രണയത്തിലാവാം, എന്തോ ആവാം, നിങ്ങൾക്ക് ലഭിക്കുന്ന എന്തൊരു നന്മയ്ക്കും അത് നമുക്ക് ലഭിച്ചതിന് നന്ദി പറയണം. പിന്നെ ഇതാണ് നമ്മൾ ഇത്രയും കാർഡ് എടുത്തിട്ട് വന്നത്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടോ നോക്കാം. നിങ്ങൾ റീഡിങ് എടുക്കാൻ പോകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും അറിയാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ആരുടെ വീഡിയോസാണ് റെസനേറ്റ് ആവുന്നത് അവിടെ പോയി വീഡിയോ എടുക്കുക. നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. നമ്മൾ നെഗറ്റീവും പോസിറ്റീവും പറയും. സന്തോഷിപ്പിക്കലല്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഗൈഡൻസ് ആണ്. അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ മാറ്റം, ആ ബ്ലോക്കേജ് കാര്യങ്ങളൊക്കെ മാറുന്നുള്ളൂ. പിന്നെ നമുക്ക് ബ്രേസ്ലെറ്റുകൾ അവൈലബിൾ ആണ്. അത് വണ്ണം കുറയ്ക്കാൻ, വണ്ണം കൂട്ടാൻ, ഇതേപോലെ കോൺഫിഡൻസിന്, ബ്ലാക്ക് മാജിക്കിൻ്റെ എനർജി മാറ്റാൻ, ലവ് മാഗ്നറ്റ്, പ്രണയം ആകർഷിക്കാൻ, അതേപോലെ പണം ആകർഷിക്കാൻ, ഇതൊക്കെ ഒരു വിശ്വാസത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, താല്പര്യമുണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നമ്മുടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷൻ.